ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ടെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്നും അതിനെ വിശദീകരിക്കാനാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ചത് എന്നും അറിയിച്ചിരുകയാണ്. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. താങ്കൾക്ക് മുമ്പ് നാം വഹി നൽകിക്കൊണ്ട് നിയോഗിച്ചവർ പുരുഷന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ബിൽ ബയ്യിനാതി വസ്സുബുർ വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി വമാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ഗ്രന്ഥങ്ങളുമായിട്ടാണ് നാം അവരെ നിയോഗിച്ചത്. ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട സന്ദേശങ്ങൾ താങ്കൾ വ്യക്തമാക്കി കൊടുക്കുന്നതിനും ജനങ്ങൾ ചിന്താ വിചിന്തനങ്ങൾ നടത്തുന്നതിനുമാണ് താങ്കളിലേക്ക് ഈ ഉപദേശഗ്രന്ഥം നാം ഇറക്കിയത്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യമാണെന്ന കാര്യം അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിക്കാനായി അല്ലാഹു നിയോഗിച്ച പ്രവാചകനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായുള്ള പ്രവാചകനൊന്നുമല്ല. നേരെ മറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അറിവുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ മുമ്പും പ്രവാചകന്മാർ വന്നിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു, പുരുഷന്മാരായിരുന്നു. അല്ലാഹു തആല മനുഷ്യരിലോട്ട് മനുഷ്യരെ തന്നെയാണ് പ്രവാചകന്മാരായി അയച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും മലക്കുകളെ അല്ല അല്ലാഹു പ്രവാചകനായി അയച്ചിട്ടുണ്ടായിരുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് അല്ലാഹു ഒരു മലക്കിനെ പ്രവാചകനായി അയക്കുന്നില്ല? ആ ഒരു ചോദ്യം ധാരാളം പ്രാവശ്യം ആവർത്തിച്ചവർ ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതിനുള്ള മറുപടി അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞ സൂറത്തുകളിലും അതെല്ലാം നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, അല്ലാഹു മനുഷ്യരെ തന്നെയാണ്, മനുഷ്യരിൽ തന്നെ പുരുഷന്മാരെയാണ് പ്രവാചകന്മാരായി അയക്കാറുള്ളത്. നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ പറ്റി അറിവുള്ളവരോട് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ അറിവുള്ളവരായി ഗണിക്കുന്നവരാണ് തൗറാത്തിൻ്റെ ആളുകളായ യഹൂദികൾ, ഇഞ്ചിലിൻ്റെ ആളുകളായ നസാറാക്കൾ. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അറിവുള്ളവരെന്ന് പറയുന്നത് യഹൂദികളും നസാറാക്കളെയും എല്ലാം ആയിരുന്നു. കാരണം അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ചോദിക്കുക, മുമ്പ് പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. തീർച്ചയായും അവർ പറയുന്നതാണ്, മനുഷ്യരിലോട്ട് മനുഷ്യരെ അല്ലാഹു പ്രവാചകരായി അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യ പ്രവാചകനല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന കാര്യം അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് ഏത് അല്ലാഹുവാണോ മൂസാ നബിയെയും ഈസാ നബിയെയും മറ്റ് പ്രവാചകന്മാരെയും പ്രവാചകനാക്കിയത്, അതേ അല്ലാഹു തന്നെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ പരിശുദ്ധ ഖുർആനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർത്തവ്യത്തെ പൂർത്തിയാക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും അതിനെ വ്യക്തമായ രീതിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സുലഭമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖുർആൻ സംരക്ഷിക്കാൻ സഹാബത്തും താബിഈങ്ങളും മുൻകൈയെടുത്തതുപോലെ തന്നെ ഹദീസ് സംരക്ഷിക്കുന്ന വിഷയത്തിലും അവർ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു. പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ ഇന്നും ഹദീസുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം എന്നുള്ളത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്.
പരിശുദ്ധ ഖുർആൻ വെറും ഓതി കേൾപ്പിക്കുക മാത്രമല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കുകയും ആ ഖുർആനിൻ്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനോടൊപ്പം അതിനെ വിശദീകരിച്ചു തരാൻ പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് ജനങ്ങൾക്ക് ദീൻ മനസ്സിലാക്കൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കൽ എളുപ്പമായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്നും ജീവിത വിജയത്തിന് കാരണം ഈ പരിശുദ്ധ ദീനാണെന്നും ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ്. കാരണം അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുദ്ധിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സത്യമാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനെ പറ്റി അറിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി പരിശുദ്ധ ഖുർആനെ പറ്റി മനസ്സിലാക്കാനായി ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണ്. എല്ലാ വിശ്വാസികൾക്കും സന്മാർഗത്തിൻ്റെ കവാടം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പരിശ്രമിക്കുകയും ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ആ കവാടങ്ങൾ തുറക്കപ്പെടാനായി പരിശുദ്ധ ഖുർആനെ പറ്റി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ ഒരു ഭാഗത്ത് നാം അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല എങ്കിലും അതിനെ ഓതിക്കൊണ്ടേയിരിക്കണം. മറുഭാഗത്ത് എപ്രകാരം ഖുർആനിനെ അർത്ഥമറിയാതെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതുപോലെ കുറച്ച് ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും 1-2 ആയത്തുകൾ അള്ളാഹു എന്താണ് ഈ ഖുർആനിലൂടെ എനിക്ക് അറിയിച്ചിരുന്നത്, ഈ ഖുർആനിൻ്റെ ആയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്, ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും ഖുർആനിൽ എനിക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം എന്താണ്, ഖുർആൻ എന്നോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ദിവസവും നാം സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. ഏതാനും ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല ഖുർആൻ. ഹുദല്ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും വേണ്ടി, ഖിയാമത്ത് നാളെ വരെ വരുന്നവർക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ആ ഖുർആനെ മനസ്സിലാക്കാൻ എല്ലാ ദിവസവും ത്യാഗത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സമയം മാറ്റിവെക്കാൻ ഓരോ വിശ്വാസികളും തയ്യാറാവേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ആയത്ത് കൊണ്ടിലൂടെ അള്ളാഹു എനിക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്, ഈ ആയത്തിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്, അങ്ങനെ തുടങ്ങി സൂറത്തുൻ നാസ് വരെ അള്ളാഹു എന്താണ് ഈ ഖുർആനിലൂടെ എന്നെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി ഓരോ വിശ്വാസിയും ദിവസവും ഒരു സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും കുറച്ച് ആയത്തുകളുടെ ആശയം അറിവുള്ളവരിൽ നിന്നും മനസ്സിലാക്കണം. നമ്മൾ സ്വന്തമായി വായിക്കുകയാണെങ്കിൽ പല ആശയങ്ങളും നമ്മുടെ ബുദ്ധിയിൽ വരും. അതുകൊണ്ട് അറിവുള്ളവരിൽ നിന്നുമായിരിക്കണം ഖുർആനിൻ്റെ കാര്യങ്ങൾ നാം പഠിക്കേണ്ടത്, ആരുടെയെങ്കിലും കയ്യിൽ നിന്നല്ല. അറിവുള്ള ആളുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹാബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണവുമായിരുന്നു അത്. സഹാബാക്കൾ അവരുടെ കച്ചവടത്തിൻ്റെ ഇടയിലും തിരക്കുകളുടെ ഇടയിലും മസ്ജിദ് നബവിയിൽ പോയി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ മനസ്സിലാക്കുമായിരുന്നു. മുൻകഴിഞ്ഞ താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും ശൈലി അതായിരുന്നു. അവർ അറിവുള്ള ആളുകളുടെ അടുക്കൽ പോയി ഖുർആനെ പറ്റിയും ദീനിനെ പറ്റിയും മനസ്സിലാക്കുന്നതിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ എൻ്റെ റബ്ബ് എന്നോട് ഈ ഖുർആനിലൂടെ എന്താണ് പറയുന്നത് എന്ന്, എന്താണ് കൽപ്പിക്കുന്നതെന്ന്, എന്ത് ജീവിതമാണ് എന്നോട് നിർദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയമെന്നുള്ളത് എത്രയോ നിന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണെന്ന് പല ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണെന്നും ആ ഖുർആനിനെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നുമുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.